നമസ്കാരം. വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ണന് 2 അമ്മമാരാണല്ലോ, വളർത്തമ്മയായ യശോദയും പെറ്റമ്മയായ ദേവകിയും. യശോദയോടൊത്തുള്ള കണ്ണൻ്റെ കഥകൾ നമുക്കൊക്കെ അറിയാമല്ലോ. എന്നാൽ പെറ്റമ്മയായ ദേവകിയോടുള്ള കണ്ണൻ്റെ സ്നേഹവും കണ്ണൻ കാണിച്ച അത്ഭുതങ്ങളും വർണ്ണിക്കുന്ന കഥ കേട്ടിട്ടുണ്ടോ? പത്മപുരാണത്തിൽ ഉള്ള ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. കംസനെ വധിച്ച ശേഷം കൃഷ്ണൻ തൻ്റെ മാതാപിതാക്കളായ ദേവകിയെയും വസുദേവരെയും തടവിൽ നിന്ന് മോചിപ്പിച്ചു. പിറന്നു വീണയുടനെ മകനെ പിരിയേണ്ടി വന്ന ദേവകി തൻ്റെ മകനെ കണ്ടതും വാത്സല്യപൂർവ്വം വാരിപ്പുണർന്നു. പിന്നീട് മധുരയിൽ കൃഷ്ണൻ്റെ കൂടെയായിരുന്നു ജീവിതം. കുറേ വർഷങ്ങൾക്ക് ശേഷം ദേവകി കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു: കണ്ണാ, ഞങ്ങൾക്ക് പ്രായമായി തുടങ്ങി. കാശിയും മറ്റു പുണ്യസ്ഥലങ്ങളും കാണണമെന്നുണ്ട്. നീ ഞങ്ങളെ കൊണ്ടുപോകുമോ? അതിനെന്താ അമ്മേ, നമുക്ക് ഒരുമിച്ച് ഒരു തീർത്ഥയാത്ര പോകാം എന്ന് പറഞ്ഞു കണ്ണൻ സന്തോഷത്തോടെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു. 3 പേരും കൂടി ഒരുമിച്ച് യാത്ര തുടങ്ങി. കാശി, ഓംകാരേശ്വരർ, ത്രംബകം തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ തങ്ങി മഹാദേവന്റെ അനുഗ്രഹം വാങ്ങി. യാത്രക്കിടയിലും കംസന്റെ തടവറയിലെ ദുരിത ജീവിതം ഇടയ്ക്കൊക്കെ ദേവകിക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. എന്നാലും കണ്ണനെ നോക്കിയിരിക്കുമ്പോഴും കണ്ണൻ്റെ മധുരവചനങ്ങൾ കേൾക്കുമ്പോഴും ദേവകി എല്ലാം മറക്കും. അമ്മയുടെ ഉള്ളിൽ ഇപ്പോഴും വേറെ ഏതോ ഒരു സങ്കടം ഉണ്ട് എന്ന് കണ്ണന് മനസ്സിലായി. ദേവകി ഒന്നും പറഞ്ഞില്ലെങ്കിലും അതെന്താണെന്ന് സ്വന്തം ജ്ഞാനസൃഷ്ടിയിലൂടെ കണ്ണൻ തിരിച്ചറിഞ്ഞു. കണ്ണൻ അമ്പാടിയിൽ വളരുന്നത് കാണാനോ അവൻ്റെ ബാലലീലകൾ ആസ്വദിക്കാനോ ഉള്ള ഭാഗ്യം തനിക്ക് കിട്ടിയില്ലല്ലോ എന്നും യശോദ അനുഭവിച്ച ആ ഭാഗ്യം തനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നുമായിരുന്നു ദേവകിയുടെ ഈ വിഷാദത്തിന് കാരണം. തൻ്റെ അമ്മയുടെ ദുഃഖം മനസ്സിലാക്കിയ കൃഷ്ണൻ അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ചു. ബ്രഹ്മഗിരിയിലെ ഭീമാശങ്കരനെ തൊഴുത് കുറച്ചു ദൂരം പോയപ്പോൾ അവർ കരവീരം എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. 5 നദികൾ സംഗമിക്കുന്ന ആ സ്ഥലത്ത് അപൂർവമായ ഒരു ശക്തി ചൈതന്യം നിൽക്കുന്നതായി കണ്ണന് അനുഭവപ്പെട്ടു. കണ്ണൻ അമ്മയോട് പറഞ്ഞു: അമ്മേ, ഒന്ന് കണ്ണടച്ചിരിക്കാമോ? ഞാൻ ഒരു സൂത്രം കാണിക്കാം. വാത്സല്യത്തോടെ കണ്ണനെ നോക്കി ദേവകി കണ്ണടച്ചിരുന്നു. ഉടനെ തന്നെ തൻ്റെ യോഗമായയിലൂടെ ആ പുണ്യസ്ഥലത്തേക്ക് അമ്പാടിയുടെ പഴയ കാലം അതേപോലെ തന്നെ പുനഃസൃഷ്ടിച്ചു. യമുന നദിയും ഗോവർദ്ധന പർവ്വതവും പശുക്കളും ഗോപന്മാരും എല്ലാം നിറഞ്ഞ കണ്ണൻ്റെ ഗോകുലം. കണ്ണു തുറന്ന ദേവകി സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു. തൻ്റെ മുൻപിൽ കണ്ണൻ്റെ രൂപത്തിൽ കൃഷ്ണൻ മുട്ടിലിഴഞ്ഞു നടക്കുന്ന പ്രായം മുതൽ വെണ്ണക്കട്ടു തിന്നുന്നതടക്കം യശോദയുടെ അടുത്ത് കാണിച്ച എല്ലാ കുസൃതികളും ദേവകിക്ക് മനം നിറയെ കാണാൻ കഴിഞ്ഞു. വർഷങ്ങളായി താൻ കാണാൻ കൊതിച്ച ആ ബാലലീലകൾ നേരിൽ കാണാനും കൃഷ്ണനെ ഭാര്യയെടുത്ത് മുലയൂട്ടാനും ദേവകിക്കായി. അങ്ങനെ യശോദയ്ക്ക് ലഭിച്ച എല്ലാ അനുഭൂതികളും തൻ്റെ പെറ്റമ്മയ്ക്കും കണ്ണൻ സമ്മാനിച്ചു. കൃഷ്ണൻ ഈ അത്ഭുതം നടത്തിയ സ്ഥലം പിന്നീട് ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടുത്തെ നദിയെ കൃഷ്ണാനദി എന്നും എല്ലാവരും വിളിക്കാൻ തുടങ്ങി. കരവീരം എന്ന ആ പുണ്യസ്ഥലമാണ് ഇപ്പോഴത്തെ കോലാമ്പൂർ. എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.